മോഡലിംഗ് ഏജൻസികൾ ഇഷ്ടപ്പെടാത്ത ബിഗിനർ മോഡൽസ് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഏജൻസികൾ നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം റിപ്ലൈ ചെയ്യുക. ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അവർ അയച്ചു തന്നാൽ അത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാനുള്ളത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു മെസ്സേജ് അറ്റ്ലീസ്റ്റ് അതിന് റിപ്ലൈ ചെയ്യുക. നമ്മൾ ഏത് സമയത്തേക്ക് നമ്മളത് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ്. അതുകൊണ്ട് മസ്റ്റായിട്ട് നമുക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് തന്നെ അതിന് റിപ്ലൈ ചെയ്യണം. പാർഷ്യലായിട്ടുള്ള മെസ്സേജ് റിപ്ലൈ ചെയ്യരുത്. അയക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് തന്നെ അയക്കാൻ നോക്കുക. പാർഷ്യലായിട്ട് റിപ്ലൈ ചെയ്തിട്ട് ഏജൻസികൾ വീണ്ടും നിങ്ങളടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കുക. ഇതിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്കൊരു ഷൂട്ട് കൺഫേം ആവുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ചിലപ്പം ഏജൻസി നമ്മളടുത്ത് ഈ ഡീറ്റെയിൽസ് ചോദിക്കുക. ചിലപ്പോൾ അത് മെഷർമെൻറ്റിനെ സംബന്ധിച്ചായിരിക്കാം. അപ്പോൾ നമ്മളതിന് പ്രോപ്പർ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ ഏജൻസിക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് സ്റ്റൈലിസ്റ്റിനോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീമുമായിട്ടോ അവർക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. ഇത്തരം നിങ്ങളുടെ മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കില്ല. അത് നിങ്ങളുടെ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാതിരിക്കുക. ചില സമയത്ത് നമുക്കൊരു ഷൂട്ട് കൺഫേം ആയി, അവരൊരു സ്പെസിഫിക് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ആ ലൊക്കേഷനിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്താതിരിക്കുക. അല്ലെങ്കിൽ അവർ അവിടെ എത്തുന്ന സമയത്ത് നമ്മളടുത്ത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും വെയർ ചെയ്തിട്ട് വരാൻ പറയുക. ചില സമയത്തൊക്കെ ചില ക്ലയൻറ്റുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഏജൻസികൾ പറയാറുണ്ട്, വരുന്ന സമയത്ത് ഫുൾ ബ്ലാക്ക് ഡ്രസ്സായിരിക്കണം നിങ്ങൾ വെയർ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ പോവുക. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ആ പോർട്ട്ഫോളിയോയിലുള്ള ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക്, ഹെയർ സ്റ്റൈലൊന്നും ആയിട്ട് നിങ്ങൾ പോകാതിരിക്കുക. അങ്ങനെ പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസിക്ക് അയക്കുന്ന പോർട്ട്ഫോളിയോ നിങ്ങളുടെ അപ്ഡേറ്റഡ് പോർട്ട്ഫോളിയോ അയക്കുക. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് ലുക്ക് എങ്കിൽ ആ രീതിയിലുള്ള പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കുക. അല്ലാതെ നിങ്ങൾ മേ ബി ഒരു 6 മന്ത് മുമ്പുള്ള ഹെയർ സ്റ്റൈല്, 6 മന്ത് മുമ്പുള്ള നിങ്ങളുടെ BA കാര്യങ്ങൾ, ആ രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ പോകുന്നതും മോഡലിംഗ് ഏജൻസികൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം അവർ നിങ്ങളെ ക്ലയൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ചിലപ്പോൾ കുറച്ച് മുമ്പുള്ള ഒരു പോർട്ട്ഫോളിയോ വെച്ചിട്ടായിരിക്കും. ആ ഒരു പോർട്ട്ഫോളിയോയ്ക്ക് അനുസരിച്ച് തന്നെ നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. മോഡലിങ്ങിൽ എൻട്രി കിട്ടാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നമുക്ക് അതേ ഫീൽഡിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പ്രൊഫഷണലിസം മസ്റ്റാണ്.